വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ യുദ്ധകാണ്ഡത്തിലത്തെ 8-ാം സർഗത്തിലത്തെ 37-ാം ശ്ലോകം നാരദൻ്റെ സ്തുതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാരദൻ്റെ സ്തുതി കഴിഞ്ഞിട്ടില്ല. 37-ാമത്തെ ശ്ലോകം നമ്മൾ ചെയ്തത്. അതിൽ പറഞ്ഞു, ഹേ രാമ, അങ്ങയുടെ നേത്രങ്ങൾ തുറക്കണ സമയത്താണ് ഈ 3 ലോകങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത്. അങ്ങയുടെ നേത്രങ്ങൾ അടയ്ക്കണ സമയത്താണ് ഈ 3 ലോകങ്ങളും നശിക്കണതും അല്ലേ. സൃഷ്ടിസ്ഥിതി സംഹാരം ഒന്ന് ഭഗവാന്റെ ഒരൊറ്റ പ്രാവശ്യം കണ്ണ് തുറക്കുമ്പോൾ സൃഷ്ടി നടക്കണു, അടയ്ക്കുമ്പോൾ സംഹാരം നടക്കണു. ഒരു പ്രാവശ്യം കണ്ണൊന്ന് തുറന്നടയ്ക്കുമ്പോഴാണ് ഈ സൃഷ്ടി സംഹാരം മുഴുവൻ നടക്കണ പ്രപഞ്ചത്തിൻ്റെ എന്നാണ് പറഞ്ഞത് നാരദൻ അല്ലേ. ഇനി നാരദമുനിയുടെ നമ്മുടെ സ്തുതി നമുക്ക് തുടരുകയാണ്. അടുത്തത് 38. യസ്മിൻ സർവമിദം ഭാതി യതശ്ചൈതശ്ചരാചരം യസ്മാന്ന കിഞ്ചില്ലോകേസ്മിൻ തസ്മൈ തേ ബ്രഹ്മണേ നമഃ. ഇദം സർവം യസ്മിൻ ഭാതി, ഈ സർവവും ഏതൊന്നിൽ പ്രകാശിക്കുന്നുവോ, ഏതച്ചരാചരം യഥാ, ഈ ചരാചരം ആരിൽ നിന്നുണ്ടായി, തസ്മിൻ ലോകെ, ഈ ലോകത്തിൽ, യസ്മാത് എന്ന കിഞ്ചിൽ, യാതൊന്നിൽ നിന്നും അന്യമായിട്ട് ഒന്നുമില്ലയോ, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. തസ്മൈ ബ്രഹ്മണേതേ നമ, ആ ബ്രഹ്മം തന്നെയായ തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. എന്താണ് നാരദൻ്റെ ഈ ഒരു ശ്ലോകത്തിൽ എന്താ ഭഗവാനെ പറ്റി സ്തുതിക്കണത്? അതായത് ഏതിനെ ആധാരമാക്കിയിട്ടാണ് ഈ കാണപ്പെടുന്ന സർവവും വിളങ്ങുന്നവ, ഈ കാണപ്പെടുന്ന സർവവും പ്രകാശിക്കുന്നത് ഏതൊരു ശക്തിയെ അടിസ്ഥാനമാക്കിയാണ്? പിന്നെയോ ഇങ്ങനെ ചരാചരാത്മകമായിട്ടുള്ള സകലവും യാതൊന്നിൽ നിന്ന് ഉണ്ടാകുന്നുവോ, യാതൊന്നിൽ എല്ലാം ലയിക്കുന്നുവോ, യാതൊന്നിൽ നിന്ന് അന്യമായിട്ട് ഈ ലോകത്തിൽ ഒന്നും ഇല്ലയോ, ആ ബ്രഹ്മമായി തന്നെ വിളങ്ങുന്ന നിന്തിരുവടിക്ക് നമസ്കാരം. അതായത് ശരിക്കും ആ പരമാർത്ഥ തത്വമാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത്. അതായത് ഭഗവാനെ ആധാരാക്കിയിട്ടാണ് ഇവിടെ എല്ലാം വിളങ്ങണത്. ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണല്ലോ. അതായത് ഏത് അഗ്നിയും സൂര്യനെയും ചന്ദ്രനെയും എല്ലാം പ്രകാശമാനമാക്കുന്ന പ്രകാശമാണ് ഭഗവാൻ. അതാണ് ഏതൊന്നിനെ ആധാരമാക്കിയാണ് ഈ പ്രപഞ്ചത്തിലത്തെ സർവവും വിളങ്ങി നിൽക്കുന്നത്, നമുക്ക് പ്രകാശിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റുന്നത്. ഏത് പ്രകാശത്തിനെ ആണോ, പിന്നെയോ ഈ ചരാചരങ്ങളൊക്കെ ആരിൽ നിന്ന് ജനിക്കുന്നു, ആരിൽ ലയിക്കുന്നു, ഈ ലോകത്തിലെ ഈ ഒരു ശക്തിയിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. ആ ശക്തി ഏതാ? ആ ബ്രഹ്മമായി തന്നെ ഇരിക്കുന്ന തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. അതായത് പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാനെയാണ് ഇവിടെ നമസ്കരിക്കുന്നത്. യസ്മിൻ സർവമിതം നല്ലൊരു ശ്ലോകമാണ്. കാരണം ആ പരബ്രഹ്മം തന്നെ ഉള്ളൂ, വേറൊന്നുമില്ല എന്നുള്ള അദ്വൈത തത്വം പറയണത് തന്നെയാണ്. യസ്മിൻ സർവമിദം ഭാതി യതശ്ചൈതശ്ചരാചരം യസ്മാന്ന കിഞ്ചിൽ ലോകേസ്മിൻ തസ്മൈ തേ ബ്രഹ്മണേ നമഃ. പ്രകൃതിം പുരുഷം കാലം വ്യക്താവ്യക്തസ്വരൂപിണം യം ജാനന്തി മുനിശ്രേഷ്ഠാസ്തസ്മൈ രാമായ തേ നമഃ. പ്രകൃതി, പുരുഷൻ, കാലം, വ്യക്തം, അവ്യക്തം, ഇതെല്ലാം ആരാണ്? ഒരേ ഒരു ശക്തിയാണെന്ന് യോഗീശ്വരന്മാർ അറിയുന്നുണ്ട്. അപ്പോൾ ഏതൊരു ശക്തിയാണ് യോഗീശ്വരന്മാർ
പ്രകൃതിയും പുരുഷനും കാലവും വ്യക്തവും അവ്യക്തവും ഒക്കെയാണെന്ന് അറിയണത് ആ രാമനായ നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. അതായത് സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ഭഗവാന്റെ ശക്തിയാണല്ലോ പ്രകൃതി, യോഗമായ, അല്ലേ? അപ്പോൾ സൃഷ്ടി പ്രകൃതി എന്നാണല്ലോ ഉണ്ടാവണത്. അപ്പോൾ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ശക്തി ഭഗവാന്റെ ശക്തിയാണ് പ്രകൃതി. ഈ പ്രകൃതിയിൽ എന്ത് സംഭവിക്കണമെങ്കിലും അതിന് കാരണം ആരാണ്? ഈ പുരുഷനാണ്. അതായത് പ്രകൃതിയുടെ ചെറിയൊരു ചലനത്തിന്, ആദ്യത്തെ ആ ചലനത്തിന് കാരണം ഈ പുരുഷൻ്റെ ഒരു ഈക്ഷണം എന്ന് പറഞ്ഞില്ലേ നമ്മൾ ഭഗവാൻ ഈക്ഷണം ചെയ്യുമ്പോഴാണല്ലോ മായയ്ക്ക് ശക്തി കിട്ടുന്നത്. ഭഗവാൻ എനർജി കൊടുക്കുകയാണ്. ആ എനർജിയിൽ നിന്നാണ് പിന്നെ പ്രകൃതി തുടങ്ങണത്, അല്ലേ? പ്രകൃതി സൃഷ്ടിയൊക്കെ. പ്രകൃതിയുടെ ആദ്യമായിട്ടുള്ള വികാരത്തിന് കാരണമായിരിക്കുന്ന കാലവും ഭഗവാനാണ്, കാലസ്വരൂപനാണ്. അപ്പോൾ ഈ പ്രകൃതിയുടെയും പുരുഷൻ്റെയും സംയോഗം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ പ്രപഞ്ചം, പ്രകൃതിയുടെയും പുരുഷൻ്റെയും സംയോഗം കൊണ്ടുണ്ടായതാണ് ഈ പ്രപഞ്ചം എന്നുള്ളത് വ്യക്തമാണ്. കാരണം മായ ഭഗവാനിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭഗവാൻ ഈക്ഷണം നൽകി, ഈക്ഷണം കൊണ്ട് എനർജി നൽകിയിട്ടാണ് ഇതൊക്കെ ഉണ്ടായത്. അപ്പോൾ പക്ഷേ ആ ഭൂതങ്ങളിൽ മുഴുവൻ ഉള്ള ഭഗവാനെ നമുക്ക് കാണാനും പറ്റില്ല. പാലിൽ വെണ്ണ ഉണ്ടല്ലോ, അതുപോലെ ഭഗവാൻ അവ്യക്തമാണ്. പാലത്തെ വെണ്ണ കടഞ്ഞെടുത്താൽ നമുക്ക് വെണ്ണ കാണാം വ്യക്തമായിട്ട്. പക്ഷെ പാല് മോരാക്കി കടയുന്നതിന് മുമ്പ് നമുക്ക് പാലിലത്തെ വെണ്ണ കാണില്ല, അത് അവ്യക്തമാണ്. ഇങ്ങനെ വ്യക്തവും അവ്യക്തവും പുരുഷനും പ്രകൃതിയും ഒക്കെയാണ് ഈ ഭഗവാൻ. ആരാണ് അറിയണത്? യോഗീശ്വരന്മാർ അറിയുന്നുണ്ട്. അങ്ങനത്തെ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള രാമനെ നമസ്കരിക്കുന്നു. അതാണ് പറഞ്ഞത്. പ്രകൃതിം പുരുഷം കാലം വ്യക്താവ്യക്ത സ്വരൂപിണം യം ജാനന്തി മുനിശ്രേഷ്ഠ തസ്മൈ രാമായ തേ നമ. ഭഗവാൻ അവ്യക്തമാണ്, വ്യക്തമാണ്. അതാണ്. അതായത് പുരുഷനും പ്രകൃതിയും കൂടിയിട്ടാണ് ഈ സർവ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വ്യക്തത. ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന് മുഴുവൻ പെർവൈഡ് ചെയ്യുന്ന ഓൾ പെർവൈഡിങ് ഭഗവാൻ ഈ ലോകം മുഴുവനെ ഓൾ പെർവൈഡിങ്, എല്ലാ ദിക്കിലും ഓംനി പ്രസൻ്റ് ആണല്ലോ. സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ നമുക്ക് അവ്യക്തമാണ്. ഇനി വികാരരഹിതം ശുദ്ധം ജ്ഞാനരൂപം ശ്രുതിർജഗൗ ത്വാം സർവജഗദാകാരമൂർത്തിം ചാപ്യാഹ സാ ശ്രുതി. ത്വാം അങ്ങയെ, വികാരരഹിതം അതായത് നിർവികാരൻ, ശുദ്ധം, അല്ലേ? മായയായിട്ട് ഒരു സംബന്ധവും ഇല്ലാത്തത്, അതാണ് ശുദ്ധം. ജ്ഞാനസ്വരൂപനാണ്. യാ ശ്രുതി, യാതൊരു വേദം ജഗവ് പറഞ്ഞിരിക്കുന്നു. അതായത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങ് നിർവികാരനാണ്, ശുദ്ധം, അല്ലേ? വികാരരഹിതനാണ്, ശുദ്ധമാണ്, അതായത് മായാബന്ധമില്ലാത്തവനാണ്, ജ്ഞാനസ്വരൂപനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാ ശ്രുതി, ആ വേദം തന്നെ സർവ ജഗതാകാരമൂർത്തിം ച അഭി, അങ്ങ് വിശ്വാകാരമായി നിൽക്കുന്നതും അങ്ങാണെന്ന് ആ വേദം തന്നെ പറഞ്ഞു. വേദം തന്നെ, അതായത് വികാരമില്ലാത്ത ശുദ്ധമായ ജ്ഞാനം തന്നെയാണ് നിന്തിരുവടിയെന്ന് വേദങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആ വേദങ്ങൾ തന്നെ സർവജഗത്തും ആയിരിക്കുന്നവനും അല്ലെങ്കിൽ വിശ്വാകാരമായി നിൽക്കുന്നവനും, ആകാരമില്ല എന്ന് പറഞ്ഞ അതേ വേദം തന്നെ വിശ്വാകാരമായി നിൽക്കുന്നതും ഭഗവാനാണെന്ന് പറയുന്നു. വികാരരഹിതം ശുദ്ധം ജ്ഞാനരൂപം ശ്രുതിർജഗൗ ത്വാം സർവജഗത് ആകാരമൂർത്തിം, അങ്ങനെയാണ് വിശ്വാകാരമായി നിൽക്കുന്ന വിരാട് പുരുഷൻ എന്നും വേദം പറയുന്നുണ്ട്. ചാപ്യാഹ സാ ശ്രുതി വിരോധോ ദൃശ്യതേ ദേവാ വൈദികോ വേദവാദിനാം നിശ്ചയം നാധിഗച്ഛന്തി ത്വൽപ്രസാദം വിനാ ബുധാഹ. വേദവാദിനാം, വേദം പറയുന്നവർക്ക് വൈദിക വിരോധ ദൃശ്യതേ, ഇത് ഒരു വിരോധമായിട്ട് തോന്നും, നമുക്ക് ഓപ്പോസിറ്റായിട്ട് തോന്നും. വേദസംബന്ധമായ വിരോധം കാണുന്നു. ബുധാഹ തൽപ്രസാദം വിന, അതായത് ബുദ്ധിയുള്ളവർക്ക് അങ്ങയുടെ അനുഗ്രഹമില്ലാതെ
അങ്ങയുടെ അനുഗ്രഹം കൂടാതെ നിശ്ചയം ന അധിഗച്ഛതി, നിശ്ചയമായും ഇതിനെ അറിയാൻ കഴിയുന്നില്ല. എന്താ പറഞ്ഞാൽ നിർവികാരനും ആണ്, ഒരേ സമയത്ത് തന്നെ അങ്ങ് നിർവികാരനുമാണ് സവികാരനുമാണ്. അങ്ങനെയാണല്ലോ വേദം പറഞ്ഞത് അല്ലേ? വേദം നിർവികാരാണ് ആയിട്ടുള്ള ജ്ഞാനസ്വരൂപനാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഈ വിശ്വാകാരായി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നിർവികാരനാണ് സവികാരനുമാണ് നിന്തിരുവടി എന്ന് വേദം പറയുന്നത് നമുക്ക് വിരോധാഭാസമായിട്ട് തോന്നാം. അതായത് ആണെന്നും പറയണ്ട അല്ലാന്നും പറയണ്ടെന്ന് നമുക്ക് തോന്നാം. ഓപ്പോസിറ്റാണല്ലോ പറയണതെന്ന് തോന്നാം. ഈ വേദവചനം, ഈ വേദത്തിൽ പറഞ്ഞത് സത്യമാണ് അല്ലെങ്കിൽ അസത്യമല്ല എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം. ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച ബുദ്ധിമാന്മാർക്ക് മാത്രമേ ഈ വേദത്തിൽ പറഞ്ഞ നിർവികാരനും സവികാരനുമാണോ അതെ ഒരേ സമയം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ എത്ര ബുദ്ധി ഉണ്ടായാലും ഭഗവത് അനുഗ്രഹം തന്നെ വേണം. അല്ലാതെ എത്ര ശാസ്ത്ര പാണ്ഡിത്യം ഉണ്ടെങ്കിലും അവർക്ക് ഈ സത്യം മനസ്സിലാവില്ല എന്ന് പറയാണ്. അതായത് ഭഗവാൻ ഒരേ സമയത്ത് നിർവികാരനും സവികാരനും ആണ് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം. അതായത് എല്ലാം ഭഗവാനാണ്, ഭഗവാനല്ലാതെ ഇവിടെ യാതൊന്നുമില്ല, ഞാൻ ആ ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മമല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്ന് ആ ജ്ഞാനം നമുക്ക് ഉദിക്കണമെങ്കിൽ ഭഗവത് അനുഗ്രഹം തന്നെ വേണം. ഭഗവത് കൃപ കൊണ്ടല്ലാതെ ആ ജ്ഞാനം ഉദിക്കില്ല. എത്ര അറിവുണ്ടായിട്ടും എത്ര വിദ്വാനായിട്ടും ഒട്ടും കാര്യമില്ല എന്നാണ് ഇതിൽ പറഞ്ഞത്. അതായത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം ഉദിക്കണമെങ്കിൽ എത്ര അറിവുണ്ടായിട്ടും കാര്യമില്ല, അതിന് ഭഗവത് കൃപയും കൂടി വേണം. അറിവ് നല്ലതാണ്, പക്ഷേ ആ അറിവ് കൊണ്ട് നമുക്ക് അനുഭവം ആവില്ല. ആ അറിവ് അനുഭവമാകണമെങ്കിൽ ഈശ്വര കൃപ തന്നെ വേണം എന്നാണ് പറയണത്. വിരോധോ ദൃശ്യതേ ദേവ വൈദികോ വേദവാദിനാം നിശ്ചയം നാധിഗച്ഛന്തി ത്വൽപ്രസാദം വിനാ ബുധാഹ. അറിയാൻ പറ്റും, അനുഭവമാവില്ല. മായയാ ക്രീഡതോ ദേവാ ന വിരോധോ മനാഗപി രശ്മിജാലം രവേര്യദ്വദൃശ്യതേ ജലവത് ഭ്രമാത്. ദേവാ ഹേ ദേവ മായയാ ക്രീഡത, മായ കൊണ്ട് ക്രീഡിക്കുന്ന അങ്ങയ്ക്ക് വിരോധ മനാകപി ന, വിരോധം അല്പവുമില്ല. രവേഹേ രശ്മിജാലം, സൂര്യൻ്റെ രശ്മികൾ ഭ്രമം ഹേതുവായിട്ട് ജലവത് യഥാ ദൃശ്യതേ, ജലം പോലെ കാണപ്പെടുന്നു. എന്താണ് അറിയുന്നത്? അതായത് ഹേ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്ന ഭഗവാനെ മായയെ അങ്ങ് അംഗീകരിച്ചിട്ട്, അതായത് യോഗമായോട് ചേർന്ന് നടത്തുന്ന ലീലയിൽ ലേശം അത്ഭുതമില്ല, അല്ലെങ്കിൽ അതൊരു വിരോധാഭാസം ഇല്ല. അതായത് വിരോധമൊന്നും ഇല്ലാത്തതിനെ വിരോധം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന മായയുടെ സ്വഭാവമാണ് ബുദ്ധിമുട്ട്. അതായത് സ്വരൂപം ജഗത്ത് മുഴുവൻ മായയാണ്. ആ ശരിക്കുള്ളത് ആ ശുദ്ധ സത്വ ജ്ഞാന സ്വരൂപം മാത്രമേ ഉള്ളൂ. ശരിക്ക് ഈ ജഗത്ത് ഉണ്ടെന്ന് തോന്നണത് തന്നെ മായയാണ്, ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിക്കുകയാണ്. അത് ഏതാച്ചാൽ അത്ഭുതമില്ല അങ്ങനെ തോന്നിക്കണേനെ. കാരണം മരുഭൂമിയിൽ ഈ സൂര്യരശ്മി പതിച്ചിട്ട് ചൂടായിട്ടേ അത് കണ്ടിട്ട് മൃഗങ്ങൾ ജലാന്ന് വിചാരിക്കണു, മരീചിക അല്ലേ? മരുഭൂമി ചുട്ട് പഴുത്തിട്ട് ചൂടിങ്ങനെ വായു ഇങ്ങനെ ചുട്ട് പഴുത്തിട്ട് വായു മേപ്പെട്ട് പോണത് അകലേന്ന് കണ്ടാൽ മൃഗങ്ങളെന്നല്ല മനുഷ്യരും ഒക്കെ അത് വെള്ളമാണെന്ന് തോന്നും. വെള്ളമല്ല, അതാണല്ലോ മരുമരീചിക എന്ന് പറയണ, മരുഭൂമിയിലത്തെ മരീചിക. അപ്പോൾ മരുഭൂമിയിൽ പതിക്കണ സൂര്യരശ്മിയെ മൃഗങ്ങളോ അല്ലെങ്കിൽ മനുഷ്യന്മാരൊക്കെ ഭ്രമം കൊണ്ട്, അതായത് തെറ്റായിട്ടുള്ള അറിവ് കൊണ്ട് ജലം എന്ന് വിചാരിക്കണ പോലെയാണ് അങ്ങയുടെ ഈ പരിശുദ്ധ ജ്ഞാനസ്വരൂപത്തിനെ ആൾക്കാർ ലോകം എന്ന് ധരിക്കുന്നത്. ഇല്ലാത്ത ജലത്തിനെ ഉണ്ടെന്ന് നമ്മൾ മരുഭൂമിയിൽ വിചാരിക്കുന്ന പോലെയാണ്. ഭഗവാന്റെ ശുദ്ധജ്ഞാന സ്വരൂപം മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷേ അതിനെ തന്നെ പ്രാകൃതരായിട്ടുള്ള ജനങ്ങൾ ലോകമാണെന്ന് ധരിക്കുന്നു. അങ്ങയുടെ കാരുണ്യ കടാക്ഷം കൊണ്ട് മാത്രമേ ആ ഭ്രമം നശിക്കുള്ളൂ.
അപ്പം നശിക്കുന്ന സമയത്ത് ഈ നാമരൂപങ്ങളായി കാണപ്പെടുന്ന ജഗത്ത് മിഥ്യയാണെന്നും ഭഗവാൻ മാത്രമേ സത്യമുള്ളൂ എന്നും അനുഭവപ്പെടുന്നു പറയാണ്. അതായത് അങ്ങ് മാത്രമേ ശരിക്കുള്ളൂ, പക്ഷേ അങ്ങ് ജഗതാകാരമായി നിൽക്കുന്നു എന്ന് മായോണ്ട് തോന്നുകയാണ്. ആ മായ ഭഗവത് കൃപ ഉണ്ടാവണ സമയത്ത് നമുക്ക് ഭഗവത് കൃപ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നിമിഷം ഈ നാമരൂപങ്ങളായി കാണുന്ന പ്രപഞ്ചം മുഴുവൻ വെറും തോന്നലാണെന്നും ഭഗവാൻ മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നും അനുഭവപ്പെടും. അതിന് എന്തു വേണം? ഭഗവത് കൃപ തന്നെ വേണം. എത്ര വായിച്ചിട്ടുള്ള അറിവും ഒന്നും കാര്യമില്ല. ഈ ജ്ഞാനം ഉദിക്കണമെങ്കിൽ നല്ല പരിശുദ്ധമായ മനസ്സായി കഴിഞ്ഞാലും ഭഗവത് കൃപ കൊണ്ട് മാത്രമേ ഈ ജ്ഞാനം ഉദിക്കുള്ളൂ. ഏത്? ഈ നാമരൂപങ്ങളായി കാണപ്പെടുന്ന ജഗത്ത് മിഥ്യയാണ് എന്ന് അറിയാൻ സാധിക്കുള്ളൂ എന്നാണ് ഇവിടെ പറയണത്. അപ്പോൾ ഞാൻ ആ ശ്ലോകം ഒന്നും കൂടി വായിക്കാം. മായയാ ക്രീഡതോ ദേവ ന വിരോധോ മനാഗവി രശ്മിജാലം രവേര്യദ്വദൃശ്യതേ ജലവദ്ഭ്രമാത്. അപ്പോൾ അത് വളരെ നല്ലൊരു ശ്ലോകമാണ് കേട്ടോ. ഇനി നമുക്ക് ഭ്രാന്തി. അപ്പോൾ നമ്മളെ 43-ാമത്തെ ശ്ലോകം. ഭ്രാന്തിജ്ഞാനാത് തഥാ രാമ ത്വയി സർവം പ്രകൽപ്യതേ മനസോ വിഷയം ദേവാ രൂപം തേ നിർഗുണം പരം. രാമ, ഹേ രാമ, ഭ്രാന്തിജ്ഞാനം ഹേതുവായിട്ട് ഭ്രമം. ത്വയി സർവം പ്രകൽപ്യതേ, നിന്തിരുവടിയിൽ സർവവും പ്രകൽപ്പിക്കപ്പെടുന്നു. ദേവാ തേ നിർഗുണം പരം രൂപം. ഹേ ദേവ, അങ്ങയുടെ ഗുണാതീതമായ പരമാർത്ഥ സ്വരൂപം മനസ്വഹ അവിഷയം, മനസ്സിന് വിഷയമല്ല. മനസ്സുകൊണ്ട് അങ്ങേ പ്രാപിക്കാൻ സാധിക്കില്ല, മനസ്സിന് അതീതാണ് അങ്ങേ. അപ്പം എന്താ പറയുക വെച്ചാൽ, ഹേ രാമ, ഈ മരുമരീചിക, അതായത് മരുഭൂമിയിൽ കാണുന്ന മരീചിക, പിന്നെ നമ്മൾ പറയൂലോ, പിന്നെ എന്താണ് മരുമരീചിക, അല്ലെങ്കിൽ നമ്മൾ കയറ് പാമ്പാണെന്ന് വിചാരിക്കണത് ഒക്കെ ഭ്രമം കാരണം ആയിട്ടുള്ള ആണല്ലോ. അതുപോലെ ഈ ജഗത്തുണ്ടെന്ന് തോന്നണതും ഭ്രമം തന്നെയാണ്. ഭ്രമം കൊണ്ട് സാധാരണക്കാർ നിന്തിരുവടിയിൽ ജഗത്തിനെ ആരോപിക്കുന്നു. അതായത് അങ്ങ് വിശ്വാകാരമായി നിൽക്കുന്നു എന്നൊക്കെ പറയണു. ഈ എല്ലാ ഗുണങ്ങൾക്കും അതീതമായിട്ടുള്ള അങ്ങയുടെ സത്യസ്വരൂപം ശുദ്ധമായ മനസ്സിന് മാത്രമേ, ശുദ്ധമായ മനസ്സിന് അതീതമായി പോകുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതായത് അങ്ങേ പരിശുദ്ധമായ മനസ്സിൽ മാത്രമേ ആ ജ്ഞാനം ഉദിക്കുള്ളൂ. ദൃശ്യതേ പരയാ ബുദ്ധി, അതായത് വിചാരം കൊണ്ട് നമുക്ക് ബുദ്ധിവൃത്തി കൊണ്ട് മാത്രം ഭഗവാനെ അറിയാമെന്ന് ശ്രുതി പറയുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ നല്ലോണം മനനം ചെയ്ത് മനസ്സിനപ്പുറത്തേക്ക് എത്തുമ്പോഴേ ഭഗവാനെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മനസ്സിന് വിഷയമല്ല ഭഗവാൻ. അതായത് മണൽ പ്രദേശത്തിൽ ഇപ്പം നോക്കൂ, മരുഭൂമിയിൽ സൂര്യൻ രശ്മി തട്ടിയിട്ട് വായു മേപ്പെട്ട് പോകുമ്പോൾ അതിനെ ജലം എന്ന് തെറ്റായി ധരിക്കണല്ലോ നമ്മൾ. അതുപോലെ തന്നെ മുത്തുച്ചിപ്പി സൂക്ഷിച്ച് നോക്കി നമ്മൾ വെള്ളിയാണെന്ന് വിചാരിക്കേണ്ട, അല്ലെങ്കിൽ കയറിനെ പാമ്പാന്ന് വിചാരിക്കണം. ഇതിനെയൊക്കെ ശരിയായിട്ടുള്ള ഒന്നിനെ വേറൊന്നായിട്ട് നമ്മൾ ധരിക്കുകയാണ് അല്ലേ. യഥാർത്ഥമായിട്ടുള്ള ഒന്നിനെ വേറൊന്നായിട്ട് നമ്മൾ കാണുകയാണ്. ശരിക്ക് കയറാണ് പാമ്പായി കാണുകയാണ്. ശരിക്കും അവിടെ ചൂടുള്ള വായുവാണ് പൊങ്ങണ ജലമായിട്ട് കാണുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഭ്രമം കൊണ്ടാണ് സാധാരണ ജനങ്ങൾ എങ്ങും ഒരുപോലെ വ്യാപിച്ചിട്ടുള്ള ഈ ബ്രഹ്മചൈതന്യത്തെ എന്താണെന്ന് അറിയാതെ നമ്മൾ ഈ ലോകമാണെന്ന് ധരിക്കുകയാണ്. ശരിക്ക് ഒരുപോലെ എല്ലാ ദിക്കിലും വ്യാപിച്ച ശക്തി മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഗുരുവെന്നോ പുസ്തകത്തുനിന്നോ ഭഗവാൻ തന്നെ തോന്നിച്ചിട്ടോ നമ്മൾ ഈ മഹാവാക്യങ്ങളൊക്കെ കേട്ട് അതിനെ നന്നായി ആലോചിച്ച് മനനം ചെയ്ത് നിരന്തരം ധ്യാനിച്ച് അങ്ങനെ കുറേ കഴിയുമ്പോൾ മനസ്സ് പരിശുദ്ധമാവുമ്പോൾ ഭഗവത് കൃപ ആ സമയത്ത് ഉണ്ടാവുമ്പോൾ നമുക്ക് ഈ ജ്ഞാനാനുഭവം ഉണ്ടാവും. അതുവരെ അത് ഉണ്ടാവില്ല എന്ന് പറയാണ് കേട്ടോ. ഭ്രാന്തിജ്ഞാനാത് തഥാ രാമ ത്വയി സർവം പ്രകൽപ്യതേ.
അറിയാഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയൊക്കെ, അതായത് നമുക്ക് ഈ മരുഭൂമിയിലത്തെ വായു കണ്ട് ജലാന്ന് വിചാരിക്കണ പോലെയും പിന്നെ എന്താ പറയുക കയറ് കണ്ട് പാമ്പാ വിചാരിക്കണ പോലെയും ഒരു വെറും ഭ്രമമാണ് ഈ ലോകം. പക്ഷേ മഹാവാക്യങ്ങളും വലിയ വലിയ ആൾക്കാരുടെ വാക്കുകളും ഭഗവാന്റെ വാക്കുകളൊക്കെ കേട്ട് നമ്മൾ മനനവും നിധിധ്യാസനമൊക്കെ ചെയ്തിട്ട് ഒരു പ്രത്യേക സമയം വരുമ്പോൾ ഭഗവാൻ നമ്മളിൽ കൃപ ചൊരിയുമ്പോൾ നമുക്ക് ജ്ഞാനോദയം ഉണ്ടാവും. ഭ്രാന്തിജ്ഞാന തഥാ രാമ ത്വയി സർവം പ്രകൽപ്യതേ മനസ്സോ അവിഷയം. അതായത് മനസ്സിന് വിഷയമല്ല ഭഗവാൻ, മനസ്സിന് അതീതനാണ്. ദേവാ രൂപം ദേ നിർഗുണം പരം. ഇനി നോക്കട്ടെ എത്ര, ഈ 20 മിനിറ്റായി. ഇനി ഓക്കെ, ഒരു ശ്ലോകം കൂടിയും ചെയ്യാം എന്തായാലും. കഥം ദൃശ്യം ഭവേത് ദേവാ ദൃശ്യാഭാവേ ഭജേത് കഥം അതസ്തവാവതാരേഷു രൂപാണി നിപുണോ ഭുവി. ദേവ കഥം ദൃശ്യം ഭവേത്. ഹേ ദേവ, എങ്ങനെ ദർശിക്കപ്പെടുവാൻ യോഗ്യനായി ഭവിക്കും? അങ്ങനെ ദർശിക്കുവാനുള്ള യോഗ്യത എപ്പോഴാണ് ഉണ്ടാവുക? ദൃശ്യാഭാവേ കഥം ഭജേത്. അങ്ങനെ കാണാത്തപ്പോൾ എങ്ങനെയാണ് ഭജിക്കുക? അതഹ ഭുവി, എങ്ങനെയാണ് അത് സാധിക്കുക എന്ന് പറയാണ്. അപ്പം നമുക്കിത് 4 ശ്ലോകം ഒന്നിച്ച് ചെയ്യണം. അതുകൊണ്ട് ഞാൻ നാളെ ചെയ്യാം, ഇന്നിപ്പോൾ ഞാൻ ചെയ്യണില്ല. അത് കാരണം ഇത് ഒന്നിച്ചേ പറയാൻ പറ്റുള്ളൂ. ഞാൻ നോക്കുകയായിരുന്നു, അല്ലാണ്ട് പറ്റുമെന്ന് പറയാൻ പറ്റില്ല. 44, 45, 46, 47, 48 5 ശ്ലോകം ഒന്നിച്ചായാലേ നമുക്ക് ആ തത്വം മുഴുവനായിട്ട് ഇതിൽ വരുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് മുറിഞ്ഞു വരും. അപ്പം നമുക്ക് ഇന്ന് ചെയ്താൽ അത് 30 മിനിറ്റ് ആവും. അപ്പം ഞാൻ ഇപ്പം ഇന്ന് നിർത്താതാ ഭേദം. അപ്പം 43 കഴിഞ്ഞ് നിർത്താം. ഇനിയുള്ള ഈ 5 ശ്ലോകങ്ങളെ കുറച്ച് തത്വം തന്നെ പറയണേ. അതായത് വളരെ അത് ഒരു ശ്ലോകമായിട്ട് എടുത്ത് മുറിച്ചാൽ ബാക്കി മറ്റേ ശ്ലോകത്തിലാണ്. അപ്പം നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണ അർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈശ്വര ഗുരുവായൂരപ്പ ശരണം.